റിയൽ വ്യൂ ക്രിയേഷൻസിന്റെ രണ്ടാമത്തെ നാടകം അതിന്റെ പരിശീലന കാലയളവിലാണ്. നമ്മുടെ ആദ്യത്തെ നാടകം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ മുച്ചീട്ടുകളി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകമായിരുന്നു. അത് മറ്റുള്ള നാടക സമിതികളെ അപേക്ഷിച്ച് നമ്മൾ അത് സൈറ്റ് സ്പെസിഫിക് ആയിട്ട് പുറത്ത് ആണ് അതിന്റെ അവതരണങ്ങൾ നടന്നത്. അതിന്റെ മനോഹരമായ അവതരണങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചു. ആ ഒരു വിജയത്തിന് ശേഷം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ തിയേറ്ററിന്റെ പേര് തോപ്പിൽ ബാസി തിയേറ്റർ എന്നാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഒളിവിലെ ഓർമ്മകൾ എന്ന ആ ഒരു അതിന്റെ ഭാഗമായിട്ടുള്ള ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു നാടകമാണ്. അത് അധികം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അരിഞ്ഞേട്ടൻ പറഞ്ഞത്. അതിന്റെ സ്ക്രിപ്റ്റ് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് അരിഞ്ഞേട്ടൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-15ഓളം 20ഓളം പേര് ഈ നാടകത്തിന്റെ ഭാഗമായിട്ട് ഈ ഗ്രാമത്തിനും നമ്മുടെ അയൽഗ്രാമമായ വളയഞ്ചേരിയിൽ ഉൾപ്പെടെ ഈ നാടകത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച ഒരു നാടകം കാണികൾ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് എന്താ പറയുക, നമ്മുടെ നാടകത്തിന്റെ തുടക്കത്തിന് ഏറ്റവും മികച്ച ഒരു അതിഥിയെ തന്നെ നമുക്ക് കിട്ടി. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അവർ. അദ്ദേഹം നമ്മുടെ നാടകത്തിന്റെ പോസ്റ്റർ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ നാടകാവതരണത്തിന് നമ്മൾ തയ്യാറെടുക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പൊ ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണ്. നമ്മളെ പോലെയുള്ള ഒരു ചെറിയ നാടക സംഘത്തിന്. സാർ നാടകപ്രേമിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂര്യ ഫെസ്റ്റിവലിൽ എന്റെ ഛായ എന്ന് പറയുന്ന ഒരു വീൽ ചെയർ നാടകം സംഘടിപ്പിച്ചിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം കാണാൻ വന്നിരുന്നു. നാടകം കഴിഞ്ഞ് ഒരുപാട് നേരം അതേക്കുറിച്ച് സംസാരിച്ചിട്ട് അത് മുഴുവൻ കാണുകയും അതേക്കുറിച്ച് സംസാരിക്കാൻ സമയം ചെലവഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടാവും. നമുക്ക് ഏറ്റവും സന്തോഷമാണ്, പ്രോത്സാഹനപരമാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല, നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. സഹാനെ രണ്ടു വാക്ക് സംസാരിക്കും.